ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ 12-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് മലയാളത്തിൽ തുടങ്ങുന്നെങ്കിലും ഇംഗ്ലീഷിൽ കുറച്ച് വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ ഒരു ഘടകപദം കൊണ്ടാണ് ഈ വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ട് therefore brothers എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അർത്ഥം എന്താ നമുക്ക് പലപ്പോഴും അറിയാം. അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ മുകളിൽ എന്താ പറഞ്ഞത്? റോമർ 1-ാം അധ്യായം മുതൽ ഇവിടെ വരെയുള്ള ഭാഗത്ത് വളരെ വളരെ അടുക്കും ചിട്ടയോടും കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ രക്ഷയും രക്ഷണ്യ പ്രവൃത്തിയും അതിൽ നമുക്ക് ദൈവം സൗജന്യമായിട്ട് തന്ന അതിലുള്ള പങ്കാളിത്തവും ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. ദൈവം നമുക്കായിട്ട് പല കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ ഭാഗത്ത് ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ്. മുകളിലെ ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങൾ വിവരിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ ദൈവം ചെയ്തത്? സത്യത്തിൽ നമ്മളെപ്പോഴും ആലോചിക്കാറുള്ളത് പോലെ ഈ ക്രിസ്തീയത തുടങ്ങുന്നത് നമ്മളിലല്ല തുടങ്ങുന്നത്. പിന്നെ എവിടെയാ തുടങ്ങുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് നമ്മളിലല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിടികിട്ടാത്ത കടങ്കഥ പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിലല്ല ഇതിൻ്റെ തുടക്കം, മറിച്ച് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം ചെയ്ത കാര്യങ്ങളാണ് നേരത്തെ റോമർ ഈ മുകളിലുള്ള അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് ദൈവം നമുക്കായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എത്രയോ എഫേസ്യ ലേഖനത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. ദൈവം നമ്മളെ എന്ത് ചെയ്തു? ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു, തെരഞ്ഞെടുത്തു, നമ്മളെ മുൻനിർണയിച്ചു, നമ്മളെ ആ നിലയിൽ ഈ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ദൈവം സ്വർഗത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത കാര്യങ്ങൾ. അതെപ്പോഴാ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ്. നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. എങ്കിലും നമ്മൾ ഇന്നിവിടെ ഈ കസേരയിൽ ഇരിക്കുന്നു. നമ്മൾ ഇതിനെയൊക്കെ ഒരു യാദൃച്ഛികതയായിട്ടാ, ഒരു സാധാരണ സംഭവം പോലെ കാണുന്നു. ഞായറാഴ്ചയാണല്ലോ, എന്നാ മീറ്റിങ്ങിന് പോയേക്കാം. മീറ്റിങ്ങിന് എന്നപ്പോൾ എന്നും ഇരിക്കുന്ന കസേര ഒഴിഞ്ഞു കിടക്കുന്നു, എന്നാൽ അവിടെ കയറിയിരിക്കാം. എന്നാ ഒരു പാട്ട് പാടുന്നു, എന്നാൽ നമ്മൾ ഒരു പാട്ട് പാടിയേക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ ഓരോ അന്നേരം സംഭവിക്കുന്ന കാര്യത്തിന്റെ ഭാഗമായിട്ടാ കാണുന്നത്. എന്നാൽ ബൈബിളിൽ നോക്കുമ്പോൾ ഇത് ഇവിടെങ്ങും തുടങ്ങിയതല്ല. ഇന്ന് തുടങ്ങിയതല്ല, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങിയതല്ല, 100 വർഷം മുമ്പ് തുടങ്ങിയതല്ല, മറിച്ചെന്നാ ലോകസ്ഥാപനത്തിന് മുമ്പേ. അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് കൂടെ പറയുന്നത് ഇതിൻ്റെ ഒരു അത്ഭുതം, അതുപോലെ തന്നെ നമ്മളിപ്പോഴായിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ആ വില, അതിൻ്റെ പിന്നിൽ ദൈവം കൊടുത്ത വില, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. അതെല്ലാം ഓർത്തതിന് ശേഷമാണ് ഇവിടെ ഇതാ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഏതുകൊണ്ട് ദൈവം ഇതെല്ലാം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മിലല്ല ആരംഭിക്കുന്നത്, ദൈവത്തിൽ ആരംഭിക്കുന്നത്. ദൈവം എന്തുകൊണ്ട് വൈ
എന്തുകൊണ്ട് നമ്മളെ കണ്ടു? കാഞ്ഞിരപ്പള്ളിയിൽ എത്രയോ പേരില്ലാഞ്ഞിട്ടാണോ നമ്മളെ വിളിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദേശം വെച്ച് പറയുക, എത്രയോ നമ്മളെയൊക്കെ ഭേദപ്പെട്ട് എത്രയോ പേരുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിലാണ് അതിന്റെ തുടക്കം. അത് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചു നോക്കുക. ആദ്യം മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഓരോ അധ്യായവും വളരെ ലോജിക്കായിട്ടാണ് പൗലോസ് എഴുതുന്നത്. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, അതിനായിട്ട് അബ്രഹാം പിതാവ് ഒരാളെ എടുത്തു, അതിൽ നിന്നൊരു ജാതിയെ കൊണ്ടുവന്നു, അതിൽ നിന്ന് പിന്നീട് കർത്താവ് വന്നിട്ട് രക്ഷ നമ്മളെ നീതീകരിച്ചു. അപ്പൊ തന്നെ ഈ നീതീകരണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികൾ, ഇതെല്ലാം വിശദമായിട്ട് ലോജിക്കലായിട്ട് പറഞ്ഞ് വിശദീകരിച്ച് എല്ലാം തന്നിട്ട് ഇവിടെ ഇതാ 12:1 പറയുന്നു, അതുകൊണ്ട് ഏതുകൊണ്ട്? ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം നമ്മിൽ തുടങ്ങരുത്. എന്തു വേണം? ഓർക്കണം, ദൈവമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ദൈവമാണ് എന്നെ കണ്ടത്, ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ മുൻകൂറുള്ള പ്ലാനിന്റെ ഭാഗമാണ്. അതിനോട്, ദൈവത്തിന്റെ ഈ പദ്ധതിയോട് ഞാൻ എന്ത് ചെയ്തതേ ഉള്ളൂ? ഞാന് പ്രതികരിച്ചതേ ഉള്ളൂ. നമ്മള് പലപ്പോഴും ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പം അവരുടെ പ്രതികരണമാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇത്ര വർഷം മുമ്പ് ആദ്യം കർത്താവിനായിട്ട് ഇറങ്ങി തിരിച്ചു ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ശരിയാ സഹോദര, ശരിയാ. പക്ഷെ അവിടെ അല്ല തുടക്കം, അതിനും എത്രയോ മുമ്പ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം കണ്ടാൽ നമുക്ക് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ എന്ന് കാണാൻ കഴിയും. നമ്മുടെ ഒത്തിരി ഭാരങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് ദൈവം ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അതുകൊണ്ട് ആണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തുടർന്ന് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ തുടർന്നാണ് ദൈവം നമ്മളെ വിളിച്ചു, തെരഞ്ഞെടുത്തു, രക്ഷിച്ചു. ഇസ്രായേൽ പൗരതയോട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മളെ യഹൂദന്മാരും ഒന്നും അല്ലായിരുന്നു. ഇസ്രായേൽ പൗരതയോട് ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നിട്ടും ജാതികളായിരുന്ന നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കണ്ടു, നമ്മളെ സ്നേഹിച്ചു എന്നെല്ലാം പറയുമ്പോ അത് ദൈവത്തിലാണ് അതിൻ്റെ തുടക്കം എന്ന് കണ്ട് അതിനോട്, ദൈവത്തിന്റെ പ്രവൃത്തിയോട് ഞാൻ പ്രതികരിച്ചതേ ഉള്ളൂ എന്ന് കാണുമ്പോൾ നമ്മളെ വളരെ ചെറുതായിട്ട് കാണും, ദൈവത്തിന്റെ സ്നേഹത്തെ വലുതായിട്ട് കാണും. അങ്ങനെ വേണം ക്രിസ്തീയതയോട് നമ്മൾ അടുത്തു വരാൻ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മള് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ എന്തുവാ സാധാരണ പറയുന്നത്? സാധാരണ യോഹന്നാൻ അപ്പോസ്തലനെ വിളിക്കുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. എന്താ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ കാര്യം? സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ വാക്കും ഭാഷണവും ബോഡി ലാംഗ്വേജും ഒക്കെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവുമൊത്ത് അവിടെ ആ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒക്കെ ഒരാള് കർത്താവിന്റെ നെഞ്ചോട് ചാരിയിരിക്കുക. എന്തോ ഒരു ഏർപ്പാടായത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 35 വയസ്സുള്ള ചെറുപ്പക്കാര് ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് തല വെച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ, പക്ഷേ യോഹന്നാനെ കുറിച്ച് നമ്മൾ എങ്ങനെയാ കാണുന്നത്? യോഹന്നാൻ എന്താ? ആ കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം പരസ്യമായിട്ട് പ്രദർശിപ്പിക്കാനും തനിക്ക് മടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള യോഹന്നാൻ, പക്ഷേ ഈ സ്നേഹം, ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള സ്നേഹം തന്നിൽ നിന്ന് വന്നു, തന്നിൽ നിന്ന് ആരംഭിച്ചു എന്നാണോ പറയുന്നത്? 1 യോഹന്നാൻ നമ്മള് 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നോക്കുക. അവിടെ എന്താ നമ്മൾ കാണുന്നത്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. യോഹന്നാൻ പറയുക, ഞാനല്ല ആദ്യം സ്നേഹിച്ചത്, ഞാൻ അവന്റെ നെഞ്ചത്ത് തല വെച്ചിരുന്നു,
അല്ലെങ്കിൽ സംസാരിച്ചോ, അല്ലെങ്കിൽ ചെറിയ കൂട്ടത്തിൽ 2-3 പേരെ കൊണ്ടുപോയപ്പോ ആ കൂട്ടത്തിൽ ഇന്നർ സർക്കിളിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എന്റെ മഹത്വമല്ല. മറിച്ച് എന്താ, ഞാനല്ല ആദ്യം സ്നേഹിച്ചത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് നാം സ്നേഹിക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു തലക്കനം ഉണ്ടാവുകയില്ല. ഇന്ന് പലരും, ക്രിസ്തീയ ലോകത്തുള്ള പലരുടെയും തലക്കനം എന്താ? ക്രിസ്തീയ ലോകത്ത് തന്നെ അവരുടെ സീനിയോറിറ്റിയെ കുറിച്ചാ. ഞാൻ ഇത്ര വർഷമായി, ഞാൻ ഇതിന്റെ തുടക്കം മുതൽ, ഇപ്പോഴല്ലയോ നിങ്ങളൊക്കെ വന്നത്, അതിനു മുമ്പേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സഹോദര, നീ വന്നിടത്തല്ല തുടക്കം, അതിനും മുമ്പ് എത്രയോ മുമ്പ് ദൈവം നിന്നെ കണ്ടു, തെരഞ്ഞെടുത്തു. അതിനോടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നിന്റെ ഭാഗത്ത് നടന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാകുകയില്ല? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നേടിയ നേട്ടങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സീനിയോറിറ്റിയെ കുറിച്ച് ഒന്നും നമുക്ക് ഒരു പുകഴ്ചയും ഉണ്ടാവുകയില്ല. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വായിക്കാറുണ്ടല്ലോ, സകല സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം ദൈവത്തിന്. ഒരു ഭംഗിവാക്ക് പോലെ അങ്ങ് പറയുന്നതല്ല. മറിച്ച് എന്താ സഹോദര, നമ്മളും ഇത് കണ്ടാൽ നമുക്കും ഇതേ പറയാനുള്ളൂ. ദൈവമേ, എല്ലാം നിന്റെ സ്നേഹം, നീ ഞങ്ങളെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഞങ്ങള് തിരിച്ച് സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 12-ാമത്തെ ഈ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഇല്ലാത്ത ഒരു പദത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. എന്താ ആ പദം? അതുകൊണ്ട് എന്ന് പറഞ്ഞ therefore, അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ അത് നമ്മളെ എന്ത് കാണിക്കുന്നു? ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങളെ കാണിക്കുന്നു. ശരി, നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ദൈവത്തിന്റെ മനസ്സലിവ് എന്നാണ് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷില് പിന്നെയും നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കമ്പാഷൻസ് എന്ന് അത് പ്ലൂറലിലാണ് പറഞ്ഞിരിക്കുന്നത്, ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് അല്ല, മനസ്സലിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് പല നിലയിലുള്ള മനസ്സില് പല രംഗങ്ങളിൽ കമ്പാഷൻസ് ഉണ്ട്. ആ കമ്പാഷൻസിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഓർപ്പിച്ച്, സഹോദര, എന്നോടും നിന്നോടും ഉള്ള ദൈവത്തിന്റെ മനസ്സലിവുകളെ ഓർപ്പിച്ചാണ് പൗലോസ് ഇനി പറയാൻ പോകുന്ന കാര്യം പറയുന്നത്. അപ്പോ ഇവിടെ കണ്ടോ, ഈ 2 കാര്യങ്ങളും ദൈവം ചെയ്ത കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ റോമർ 1 മുതൽ ഈ 11-36 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് ദൈവം ചെയ്തു, അതുകൊണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം. അതുപോലെ തന്നെ ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ ഒരു മനസ്സലിവാണോ? മനസ്സലിവുകൾ. സത്യത്തിൽ ഈ മനസ്സലിവ് എന്ന വാക്ക് എന്താ? കമ്പാഷൻ എന്നുള്ള വാക്ക് എന്താ? നമുക്ക് അറിയാം. നമുക്ക് ഒരു വാക്യം, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം നോക്കാം. അതിന്റെ 9-ാമത്തെ അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഇംഗ്ലീഷില് അല്ലെങ്കിൽ ഹീബ്രുവില് ആണ് ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയത്, ഗ്രീക്കിലാണ് ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയത് എന്ന് നമുക്കറിയാം. ഇവിടെ 2 പദങ്ങളെ 2ആയിട്ടാണ് പറയുന്നത്. എന്താ? 1 കരുണ, 2 കനിവ്. ഇതിൽ കരുണ എന്ന് പറയുന്നത് മേഴ്സിയും കനിവ് എന്ന് പറയുന്നത് കമ്പാഷനും ആണ്.
അങ്ങനെയാണ് ഗ്രീക്കിൽ അതിൻ്റെ മൂലഭാഷയിലുള്ളത് എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ നോക്കുക, നമുക്ക് വളരെ പരിചിതമായ ഒരു ഒരു പ്രയോഗമാണ് എന്താ? ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മേഴ്സി. ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ കരുണ കൊണ്ടാ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, നമുക്കിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരാൻ കഴിഞ്ഞത്, നമുക്ക് നമ്മുടെ കുടുംബം ഇത്രത്തോളം വന്നതെല്ലാം ദൈവത്തിന്റെ കരുണയാ, മേഴ്സിയാണ്. പക്ഷേ അതിനപ്പുറത്ത് വേറൊരു വാക്കുകൂടെ പറയുന്നുണ്ട്. എന്താ അവിടെ? കനിവ്. എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാഷനാണ്, മനസ്സലിവാണ്. ഇംഗ്ലീഷിൽ ചില വെർഷനിൽ അവിടെ കമ്പാഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മേഴ്സിയും കമ്പാഷനും രണ്ട് വാക്കുകൾ. മേഴ്സി, കമ്പാഷൻ. കരുണ, മനസ്സലിവ്. പ്രിയമുള്ളവരെ, ഇത് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന്റെ കരുണ തന്നെയല്ലയോ ദൈവത്തിന്റെ മനസ്സലിവ് എന്നാ വിചാരിക്കുന്നത്. പക്ഷേ മനസ്സലിവ് ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ്. ആ ഹൃദയത്തിലുള്ള മനസ്സലിവിന്റെ ബഹിർസ്ഫുരണമാണ് എന്ത്? മേഴ്സി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? കരുണ കാണിക്കുക, കരുണ ദൈവം കാണിച്ചു. ദൈവം കരുണ കാണിക്കാൻ ഒക്കുന്നത്. പക്ഷേ ആ കരുണ കാണിക്കുന്നതിന് മുമ്പ് എന്തോ ഉണ്ടാവണം? ഹൃദയത്തില് ആ കരുണ കാണിക്കാനുള്ള ആളിനോട് എന്തുണ്ടാകണം? കമ്പാഷൻ ഉണ്ടാകണം, കനിവുണ്ടാകണം, മനസ്സലിവുണ്ടാകണം. അപ്പം മനസ്സലിവ് ഹൃദയത്തിലും ആ മനസ്സലിവിന്റെ പുറമേ ഉള്ള എക്സ്പ്രഷനാണ് എന്ത്? കരുണ, മേഴ്സി എന്ന് പറയുന്നു. അപ്പൊ നോക്കുക, നമ്മൾ രണ്ട് വാക്കാ പറഞ്ഞത്, കമ്പാഷൻ, മേഴ്സി. കമ്പാഷൻ ആണ് ഹൃദയത്തിൽ, അതിൻ്റെ ബഹിർസ്ഫുരണമാണ്, അതിൻ്റെ പ്രകടമായ പ്രവൃത്തിയാണ് മേഴ്സി, കരുണ എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മളോട് കേവലം കരുണയുണ്ടായിരുന്നു, നമ്മളോട് കരുണ കാണിച്ചു എന്നാണോ പറയുന്നത്? അല്ല. കരുണ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് എന്തുണ്ടായിരുന്നു? മനസ്സലിവുണ്ടായിരുന്നു. അത് ഒരു മനസ്സലിവല്ല, പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള മനസ്സലിവുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ കണ്ടോ, പൗലോസ് പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ദൈവത്തിന്റെ കരുണയെ ഓർപ്പിച്ചെന്നല്ല. കരുണ നമുക്ക് കാണാവുന്നതാണ്, അതിനും പുറകിൽ എന്തുണ്ട്? മനസ്സലിവുണ്ട്. ഒരു അമ്മ രാവിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ബസ് കയറ്റി വിടാൻ ജംഗ്ഷനിൽ നിൽക്കുന്നത് ഒന്ന് നോക്കുക. ഞാൻ ചിലപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാര്, അമ്മമാരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വണ്ടി കയറ്റി വിടാനൊക്കെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. ഈ അമ്മ വണ്ടി വന്നു ഉടനെ തന്നെ അമ്മ കൈ കാണിച്ചില്ലെങ്കിലും വണ്ടി നിർത്തും. പക്ഷെ എന്നാലും അമ്മയ്ക്ക് തൃപ്തിയില്ല. ഈ അമ്മ കൈ കാണിക്കുന്നു, ഉടനെ വണ്ടി നിർത്തുന്നു. ഇച്ചിരി മുമ്പിലാണെങ്കിൽ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി കുഞ്ഞിനെ എന്തുകൊണ്ട് ഇല്ലെന്നു ആ ബസ്സേൽ കയറ്റി വണ്ടിയും പോയി കഴിഞ്ഞ് പിന്നെയും ടാറ്റ കാണിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളിതെല്ലാം കണ്ട് വിചാരിക്കുക, ഓ എന്തോ ഒരു മേഴ്സിയാണ്, എന്തോ ഒരു കരുണയാണ് ഈ അമ്മയ്ക്കുള്ളത്. ഇല്ലേ? അമ്മയ്ക്ക് കരുണയുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഭാവന ചെയ്ത് നോക്കുക, ഈ വണ്ടി വരാൻ 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഈ അമ്മ വണ്ടി വന്ന് നിൽക്കുമ്പം മുതലാണ് കരുണയുടേതായ, മേഴ്സിയുടേതായ പ്രകടമായ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന 5 മിനിറ്റും അവളുടെ ഉള്ളിലൂടെ, അവളുടെ ഹൃദയത്തിലൂടെ എന്താ കടന്നു പോകുന്നത്? ഈ കുഞ്ഞിനെ കുറിച്ചുള്ള മനസ്സലിവിന്റെ ഓർമ്മകളാണ് കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി ഇവൻ കിടന്നപ്പോ രാത്രി ഉറങ്ങിയേച്ച് കുഞ്ഞ് നിലവിളിച്ചു, ഏതാണ്ട് സ്വപ്നം കണ്ട് നിലവിളിച്ചു. ഞാൻ അന്നേരം മോനെ എന്ന് പറഞ്ഞു, നല്ല ഉറക്കം കിട്ടിയോ ആവോ, ഇനി ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറങ്ങുമോ ഇല്ലയോ, സാറ് വല്ലോ അവനോട് ദേഷ്യപ്പെടുമോ ഇല്ലയോ? അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? ഇത് വല്ലതും വഴി നിൽക്കുന്ന ബസ്സിന്റെ കണ്ടക്ടർക്കോ വഴി കൂടെ പോകുന്നവർക്കോ കാണാനൊക്കുമോ? ഇല്ല. ഈ കുഞ്ഞിനെ കരുണയോടെ എടുത്തോണ്ട് ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ആ സീറ്റെ കൊണ്ടിരുത്തുന്ന കരുണയുടെ പ്രവൃത്തിയുടെ പിന്നിൽ ഈ കുഞ്ഞ് ജനിച്ചപ്പം മുതൽ, ജനിച്ച് 6 മാസമായപ്പം അവനൊരു വലിയ അസുഖം വന്നു.
അയ്യോ കിട്ടുമോ എന്ന് വിചാരിച്ചതല്ല, പക്ഷെ അയ്യോ ആ കാര്യമൊക്കെ ഓർത്ത് അമ്മയുടെ മനസ്സിൽ ഒരു മനസ്സലിവ്, വേറൊരു മനസ്സലിവ്, മറ്റൊരു മനസ്സലിവ്. ഈ മനസ്സലിവിന്റെ ഒക്കെ ആകെത്തുകയായിട്ടാണ് അവൾ എന്ത് കാണിക്കുന്നത്? ഈ കരുണയുടെ പ്രവൃത്തി, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി സീറ്റയെ കൊണ്ടിരുത്തുന്നത്. ഇവിടെ ദൈവത്തിന് എന്നോടും നിന്നോടുമുള്ളത് കരുണയാണെന്നല്ല പറഞ്ഞേക്കുന്നത്. എന്താ പൗലോസ് പറഞ്ഞേക്കുന്നത്? സഹോദര, നിന്നോടുള്ള ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച് നോക്കുക. പലപ്പോഴും ദൈവം നമ്മളോട് ചെയ്യുന്ന കരുണയുടെ പ്രവൃത്തികളെ നമ്മുടെ ശ്രദ്ധയപ്പെടുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിലൂടെ എന്നെയും നിന്നെയും കുറിച്ച് കടന്നു പോകുന്ന മനസ്സലിവിന്റെ ഓർമ്മകൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ചിന്തിക്കാമോ? ബ്രദർ ഈ പറഞ്ഞ് എന്തോ ഈ പറയുന്നത് എന്ന് നിങ്ങൾ ആരും ചോദിക്കരുത്. കാര്യം അങ്ങനെ ചിന്തിക്കാനൊക്കെയുള്ള സ്കോപ്പ് ദൈവവചനത്തിലുണ്ട്. കാരണം നമുക്ക് പരിചിതമായ മാനുഷിക ബന്ധങ്ങളോട് ചേർത്താണ് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ അതില് പറഞ്ഞിട്ടുള്ളത്? ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധം ദൈവവും നമ്മളും തമ്മിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദൈവം ഈ ചിലര് പറയാറുണ്ട് ദൈവത്തെക്കുറിച്ച്, അവരുടെ ചില ഡെഫിനിഷൻ ഉണ്ട്. ദൈവം എന്താ? ഒരു നിർവികാര പരബ്രഹ്മമാണ്. ഈടാ എന്തോ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പരബ്രഹ്മമാണ്, നിർവികാരനാണ്, ഒരു വികാരവും ഇല്ല. നിർവികാര പരബ്രഹ്മം. പ്രിയപ്പെട്ടവരെ, ബൈബിള് പറയുന്ന ദൈവം നിർവികാര പരബ്രഹ്മമല്ല, മറിച്ചെന്താ? ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ, നിങ്ങൾ അത് കാണിക്കുന്നില്ല. കാണിച്ചാൽ ഇച്ചിരി മോശമാണ്. നമ്മൾ പുരുഷന്മാരല്ലേ, നമ്മൾ കണ്ണീരും ഒന്നും വെളി കാണിക്കരുത് എന്ന് വിചാരിച്ച് ഗൗരവമായിട്ട് ബലം പിടിച്ചിരിക്കുന്ന പല അപ്പന്മാരും ഉണ്ട്. പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ നെഞ്ചിൽ തൊട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സലിവിന്റെയും കരുണയുടെയും ഓർമ്മകളും അതുപോലെ ഉള്ള ചിന്തകളും ഒക്കെ ഇല്ലേ? ഉണ്ട്. ദൈവത്തെ ഒരപ്പനോട് ചേർത്താ പറഞ്ഞേക്കുന്നത്. നമ്മൾ എത്രയോ ഇടത്ത് വായിക്കുന്നുണ്ട്. നമ്മൾ 103 സങ്കീർത്തനം 13 വാക്യം നമുക്ക് വളരെ പരിചിതമായ, കുഞ്ഞുങ്ങൾക്ക് വരെ കാണാതെ അറിയാവുന്ന വാക്യമുണ്ട്. എന്താ അത്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. കണ്ടോ? വലിയവനായ ദൈവം, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച അനാദിയും ശാശ്വതവുമായ ദൈവം, ആദിയും അവസാനവും ഇല്ലാത്ത ദൈവം, ആ ദൈവത്തിന് സഹോദര എന്നോടും നിന്നോടുമുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബൈബിള് വിവരിച്ചേക്കുന്നത് എങ്ങനെയാ? ഒരപ്പന് മകനോട് കരുണ തോന്നുന്നത് പോലെ. ഒരപ്പന് തന്നെ ഇരിക്കുമ്പോൾ തൻ്റെ മകനെ കുറിച്ചുള്ള ചിന്തകളും മനസ്സലിവിന്റെ ഓർമ്മകളും ഹൃദയത്തിൽ താലോലിക്കുന്നത് പോലെ ദൈവം എന്നെയും നിന്നെയും കുറിച്ച് ഓർമ്മിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മുടെ പിതാവാണെന്ന് പറയുമ്പോ അത് വെറുതെ പറയുന്നതല്ല. കേവലം അപ്പനെന്ന് മാത്രം പറഞ്ഞാൽ ഒരു പക്ഷെ അത് വേണ്ടതുപോലെ മനസ്സിലാകുമോ എന്ന് ചിന്തിച്ചായിരിക്കും ബൈബിൾ എന്തോ ചെയ്തിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായം നോക്കുക. യെശയ്യാവിന്റെ പുസ്തകം മനുഷ്യബന്ധത്തിൽ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അതുണ്ട്. എന്നാൽ കുറച്ചുകൂടെ സെന്റിമെന്റലായ ഒരു ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ എന്തിനോട് ചേർത്തും പറഞ്ഞിട്ടുണ്ട്? ഒരമ്മ മകനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ എന്നും പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. അവിടെ 12ന്റെ പകുതി മുതൽ നോക്കുക. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം എന്തോ ചെയ്യും? ദൈവം എളിയിൽ എടുത്തുകൊണ്ട് നടക്കുമെന്ന്, പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കും, മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? സാധാരണ ആരാ ചെയ്യുന്നത്? അപ്പന്മാർ അത്രത്തോളം പ്രകടമായിട്ട് ഇത് സ്നേഹമൊന്നും പ്രകടിപ്പിക്കാറില്ല. എന്നാൽ അമ്മമാരെന്തോ ചെയ്യും?
അമ്മ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കും, മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. എന്നിട്ട് 13-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കണ്ടോ, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തോട് ചേർത്തും നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 49-ാം അധ്യായത്തിലെ ആ വാക്യം കുറച്ചുകൂടെ പ്രസിദ്ധമായ വാക്യമാണ്. യെശയ്യാവ് 49-ന്റെ 15-ാമത്തെ വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? കണ്ടോ, അമ്മയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സ്ത്രീ കുഞ്ഞിനെ മറക്കുമെന്ന് പറഞ്ഞിട്ട് താൻ പ്രസവിച്ച മകനോട്. ഏത് സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും ആ നിലയില് സെന്റിമെന്റലായ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരു സന്ദർഭം കുഞ്ഞിനെ പ്രസവിച്ച സന്ദർഭം. അതിനോട് ചേർത്ത് വരെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞിരിക്കുക. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താ? അവർ മറന്നു കളഞ്ഞാലും. അസാധ്യമായ ഒരു കാര്യമാണ്. ഒരമ്മ മരിക്കുന്നത് വരെ സ്വന്തം കുഞ്ഞിനെ മറക്കുകയില്ല. മറക്കുമോ? മറക്കുമെന്ന് എന്നൊക്കെ അങ്ങനൊക്കെ പുറമേ കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും മറക്കുകയില്ല. ഇവിടെ ഇതാ പറയുന്നു, അഥവാ ഒരമ്മ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ? നമ്മള് റോമർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച്, ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഇതിനോടൊക്കെ ചേർത്താണ് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളോട് കരുണയുടെ പ്രവൃത്തി കാണിക്കുക മാത്രമല്ല, ദൈവം എന്തുണ്ട്? മനസ്സില് നമ്മളെക്കുറിച്ച് മനസ്സലിവിന്റെ ഓർമ്മകളും ആ നിലയിൽ കൊണ്ടു നടക്കും എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ അകത്ത് തെറ്റുണ്ടോ? ഇവിടെ അതിനെക്കുറിച്ച് അതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുക, ദൈവത്തിന്റെ മനസ്സലിവ് മാത്രമല്ല, മനസ്സലിവുകൾ. പല രംഗങ്ങള് അമ്മയ്ക്ക് ഓർക്കാനുണ്ടാവും, ഒരു രംഗം മാത്രമല്ല. ആദ്യം അവനെ നേഴ്സറി കൊണ്ടുപോയത്, പിന്നെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, പിന്നെ പല പല ജീവിതത്തിലെ പല രംഗങ്ങൾ. എന്ന് പറഞ്ഞതുപോലെ സഹോദര, നീ മറ്റുള്ളവർക്ക്, ഈ ലോകത്തിലെ പല ആളുകൾക്കും വിലപ്പെട്ടതല്ലെങ്കിലും ദൈവത്തിന് വിലപ്പെട്ടതാ. ദൈവം നിന്നെക്കുറിച്ച് മനസ്സലിവിന്റെ ഓർമ്മകൾ ഹൃദയത്തിൽ താലോലിക്കുന്നു. ഒരു മകൻ ഒരുപക്ഷെ അയൽപക്കക്കാരന് വലിയ പ്രധാന ആളല്ലായിരിക്കും, പക്ഷെ ഒരു അമ്മയ്ക്ക് സ്വന്തം മകൻ എപ്പോഴും പ്രധാനപ്പെട്ട ആളാ. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവം നമ്മെക്കുറിച്ച് മനസ്സലിവിന്റെ ഓർമ്മകൾ താലോലിക്കുന്നത് എന്ന് കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളും, അതായത് ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങൾ, അതിനോടുള്ള പ്രതികരണമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അതുപോലെ ദൈവത്തിന് നമ്മളോട് കരുണയുടെ പ്രവൃത്തി മാത്രമല്ല, മനസ്സലിവിന്റെ ഓർമ്മകളും നമ്മോടുണ്ട്. ഈ മനസ്സലിവിന്റെ ഓർമ്മകൾ, അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ മനസ്സലിവ് നമ്മുടെ ഒരു പെർഫോമൻസിന്റെ മെച്ചം കൊണ്ടാണോ ദൈവത്തിന് ഉണ്ടാകുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കുക. അമ്മയുടെ മനസ്സലിവ് മോനെ കുറിച്ചുള്ളത് അവന്റെ കഴിവില്ലായ്മയുമായി ബന്ധപ്പെട്ട അല്ലേ? ഇന്നലെ രാത്രി അവന് കരഞ്ഞു, ഒരു സ്വപ്നം കണ്ട് കരഞ്ഞു. സ്വപ്നം കണ്ട് കരയുന്നവൻ കഴിവുള്ളവനാണോ? മിടുക്കനാണോ? അല്ല, അവന് തന്നെ നാണക്കേടാ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ. പക്ഷെ അവന്റെ കുറവുകളാണ് അമ്മയ്ക്ക് അവനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കുറവുകളാണ് അവൻ എണ്ണീറ്റ് നടക്കാൻ വയ്യ ആ കാര്യം. അതുകൊണ്ട് വളരെ മിടുക്കനായിട്ട് എല്ലാ കാര്യവും സ്വയം ചെയ്യുന്ന ഒരു ആളിനേക്കാളും അമ്മയുടെ മനസ്സിൽ വയ്യാത്ത ഒരു കുഞ്ഞിനാണ് കൂടുതൽ സ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ.
നമ്മുടെ പെർഫോമൻസ് 100% ഭംഗിയാക്കി ദൈവത്തെ മനസ്സിൽ നമുക്ക് സ്ഥാനം എന്നാലേ കിട്ടുള്ളൂ എന്ന് ആരും കരുതരുത്. സഹോദര സഹോദരി, നിന്റെ കുറവുകളും നിന്റെ ഇല്ലായ്മകളും നിന്റെ ആ ആ നിലയിലുള്ള ആ പക്വതയിലേക്ക് വരാത്ത പെരുമാറ്റം പോലും ദൈവത്തിന് എന്തുണ്ട്? ഒരമ്മയ്ക്ക് കുഞ്ഞിന്റെ കുറവുകളെ മനസ്സലിവിന് പ്രേരണയാകുന്നത് പോലെ നമ്മളെക്കുറിച്ചുള്ള മനസ്സലിവിന് പ്രേരണയാ. നമ്മൾ പറയാ, ദൈവമേ ഇന്നലെ ഞാൻ തെറ്റിപ്പോയി, ഇന്നും കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പം അങ്ങനെ എങ്ങനെയാ പറയാൻ ഒക്കുന്നത്? ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പിക്ചർ എന്താ? സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മാനസികമായ ആ ബോധ്യം എന്താ? ഒരു മജിസ്ട്രേറ്റ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണോ? ഒരു പോലീസ് ഇൻസ്പെക്ടർ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണോ? പലരുടെയും ചിന്തകൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അമ്മ കുഞ്ഞിനെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. കുഞ്ഞിന്റെ കുറവുകളും ഇല്ലായ്മകളും അവന്റെ പരിമിതികളും തന്നെ അമ്മയ്ക്ക് അവനോട് സ്നേഹം കൂടുതൽ കാണിക്കാൻ ഇടയാക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ പോലും ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ, മനസ്സലിവ് കാണിക്കാൻ ഇടയാക്കും എന്നുള്ള നിലയിൽ ഒരു ബന്ധമാണിത്. ഒരു പിതൃപുത്ര ബന്ധമാണ്, അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതിലേക്ക് വന്നാൽ പലരുടെയും ക്രിസ്തീയ ജീവിതം ഒത്തിരി വ്യത്യാസമാകും. ഞാനിത് പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവ് കാണിച്ചോളാൻ ഒരു ലൈസൻസ് പോലല്ല ഇത് പറയുന്നത്. മറിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രശ്നം എന്താ? അവരുടെയൊക്കെ പ്രശ്നം, എനിക്ക് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയില്ല, ദൈവം എന്നോട് കോപിച്ചിരിക്കുകയാണോ, എനിക്ക് പിന്നെയും ഞാൻ തോറ്റുപോയി. ദൈവത്തെക്കുറിച്ചുള്ള ആ ബന്ധത്തെക്കുറിച്ച്, നമ്മൾ ദൈവത്തോടുള്ള ബന്ധം ഒരു മജിസ്ട്രേറ്റിനോടും ഒരു അവിടെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളിനുള്ള ആ നിലയിലല്ല കാണേണ്ടത്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വന്ന ഒരു പ്രതി SIയെ കാണുന്നത് പോലല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടത്. മറിച്ച് എങ്ങനെയാ? ദൈവത്തിന്റെ, പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച്. ശരി, ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. ഈ മനസ്സലിവുകൾ ഓർപ്പിച്ച് പൗലോസ് എന്താ പ്രബോധിപ്പിക്കുന്നത്? പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ബുദ്ധിയുള്ള ആരാധനയായിട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ കണ്ടോ, നമ്മുടെ ശരീരങ്ങളെ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന്റെ ഈ മനസ്സലിവും നമ്മളെക്കുറിച്ചുള്ള കരുണയുടെ പ്രവൃത്തികളും മനസ്സലിവിന്റെ ഓർമ്മകളും ഒക്കെ നമ്മൾ ധ്യാനിച്ച് അതിനെ തുടർന്ന് അതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മളെ മുഴുവനായി തന്നെ, അതുപോലെ തന്നെ നമ്മളെ മുഴുവനായി കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരാവയവങ്ങളെയും ദൈവത്തിനായിട്ട് കൊടുക്കണം. വീണ്ടും റോമർ 6-ാം അധ്യായത്തില് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള വാക്യം നമുക്കറിയാമല്ലോ. റോമർ 6:13 എന്താ? അവിടെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. ദൈവത്തിനെന്താ? ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ നൽകുന്നു, നമ്മളെ തന്നെ നൽകുന്നു, നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു. ഈ സമർപ്പിക്കുമ്പോ കണ്ടോ, ഇത് വളരെ വ്യക്തമായിട്ട് ഇതിലെ ഓരോ വാക്കും എടുത്ത് നമുക്ക് വളരെ നേരം ധ്യാനിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ശരീരങ്ങളെ അല്ലെങ്കിൽ ശരീരാവയവങ്ങളെ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? നമ്മുടെ കണ്ണുകള്, നമ്മുടെ കരങ്ങള് ഒക്കെ, നമ്മുടെ മനസ്സിനെയൊക്കെ. എൻ്റെ കൈകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുകയില്ല. എന്തുകൊണ്ട് ചെയ്യുകയില്ല? ദൈവത്തിന്റെ മനസ്സലിവ് ഞാൻ ഓർക്കുന്നു, അവൻ എന്നോടുള്ള കരുണയും
സ്നേഹവും ഞാൻ ഓർക്കുന്നു. എനിക്കായി ഇതേവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യല, എൻ്റെ അവയവങ്ങളെ ദൈവത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഉപയോഗിക്കുകയില്ല. എൻ്റെ ശരീരത്തെ, എന്നെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്യുകയില്ല. കാര്യം ഞാൻ എന്താ, ആ മനസ്സലിവിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് എൻ്റെ ജീവിതം. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം, നമ്മൾ ദൈവത്തിന്റെ ഈ മനസ്സലിവുകളെ ഒക്കെ ധ്യാനിച്ചത് എന്തിനാ? നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഈ ദൈവത്തോടുള്ള, ഈ സ്നേഹവാനായ ദൈവത്തോടുള്ള സ്നേഹത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ കണ്ണിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ കൈകളെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ അത് എന്തിനു വേണ്ടി? എന്നെ സ്നേഹിച്ചു. ആ കുഞ്ഞ് അമ്മയുടെ സ്നേഹം കണ്ടാൽ ആ കുഞ്ഞെന്ത് ചെയ്യും? അയ്യോ, എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മ, അതുകൊണ്ട് എൻ്റെ അമ്മയെ കരയണ്ട എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയുടെ കണ്ണുനീര് ഈ കുഞ്ഞ് തുടച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടാ? അവനറിയാം അമ്മയുടെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് മനസ്സലിവിന്റെ ഒട്ടേറെ ഓർമ്മകളുണ്ട്. ആ മനസ്സലിവിന്റെ ഓർമ്മകളോടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ അവനും എന്തോ ചെയ്യുന്നു? അമ്മയെ സ്നേഹിക്കുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മളോട് ഒട്ടേറെ മനസ്സലിവുകൾ കാണിക്കുന്നു, ഒട്ടേറെ കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വലിയവനായ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ആ മനോഭാവം പോലെയാണ് നമ്മളോട് ദൈവത്തിന്റെ മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ബന്ധമാണ്, ഒരു സ്നേഹബന്ധമാണ്, എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തിന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ ഞാനും എന്തോ ചെയ്യും? ഞാനും എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് കൊടുക്കും, എൻ്റെ അവയവങ്ങളെ ദൈവത്തിന് കൊടുക്കും, എൻ്റെ കണ്ണിനെ കൊടുക്കും, എൻ്റെ കൈകളെ കൊടുക്കും, എല്ലാം ദൈവത്തെ തന്നെ കൊടുക്കും. ദൈവത്തെ ഞാൻ എന്ത് ചെയ്യുകയില്ല? വിഷമിപ്പിക്കുകയില്ല. ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം ഈ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പ്രിയപ്പെട്ടവർ, ഈ കാര്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യത്യസ്തമായ ഒരു തലമായി തീരും. ഒരു സ്നേഹബന്ധമാണ് ക്രിസ്ത്യൻ ലൈഫ്, ദൈവത്തോടുള്ള ബന്ധം. എന്നാൽ ഇന്ന് പലരുടെയും ക്രിസ്തീയ ജീവിതം എന്താ? വളരെ ഭാരപ്പെടുത്തുന്നതാ. അയ്യോ, ഇതെല്ലാം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവരങ്ങ് വല്ലാതെ വലയുക. ചിലരോട് സംസാരിക്കുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ, അവര് ചില കാര്യങ്ങൾ പങ്കിടുമ്പോഴൊക്കെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം, സ്നേഹത്തിൽ ഊന്നിയുള്ള ഈ നടപ്പ്, അത് പിശാച് മാറ്റിക്കളഞ്ഞു. ഇതിനെ ഒരു വലിയ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തലയിൽ കൊണ്ടുവന്ന് വെക്കുക. തീർച്ചയായിട്ടും നമ്മൾ ചിലത് ചെയ്യാനുണ്ട്. ഇവിടെ ഇതാ, ശരീരങ്ങളെ, അവയവങ്ങളെ ദൈവത്തിന് ജീവനുള്ള പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക പ്രയാസമുള്ളതാണ്. പക്ഷെ ആ പ്രയാസത്തെ മാറ്റി തരുന്നത് എന്താ? ദൈവം ഒന്നാമത് എന്നെ സ്നേഹിച്ചു, ദൈവത്തിന്റെ മനസ്സലിവിന്റെ ഓർമ്മകൾ എന്നെ കുറിച്ചുണ്ട് എന്നുള്ള സ്ഥാനത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഇത് ഈ ക്രിസ്തീയ ജീവിതം എന്തല്ല? തലവേദന പിടിച്ച ഒരു ക്രിസ്തീയ ജീവിതം അല്ല, ഭാരപ്പെടുത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല. അതുകൊണ്ട് ഭാരപ്പെടുത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വാക്യങ്ങള് നിങ്ങളെ വ്യത്യാസപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മതി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നത്. ദൈവത്തിനായിട്ട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ കണ്ടോ, ജീവനും എന്നാണ് ഒരു വാക്ക്. ജീവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഇതാ പഴയ നിയമത്തിലെ യാഗത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പീൻ. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അതിനെ യാഗമാക്കുമ്പോ ആ ജീവനുള്ളതിനെ കൊല്ലുമ്പോ അതിനെന്തുണ്ട്? വേദനയുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ഇഷ്ടം പോലെ ജഡത്തിന് ഉല്ലാസമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുള്ളത്? ജഡീകമായ സന്തോഷമുള്ളത്. പക്ഷെ എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുകയില്ല, ഞാൻ ആ കാര്യത്തിന് പോവുകയില്ല, അതിനോട് നോ എന്ന് പറയും
എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? അതൊരു ജീവനുള്ള യാഗമാണ്. ജീവനുള്ള എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ആ മൃഗത്തെ അറക്കുമ്പം അതിന് വേദനയുള്ളതുപോലെ ഒരു വേദന സത്യത്തിലുണ്ട്. കണ്ടോ, ബൈബിൾ എത്ര റിയലിസ്റ്റിക് ആണെന്ന് നോക്കുക. കണ്ടോ, ഈ ദൈവത്തിനായിട്ട് നമ്മുടെ ശരീരങ്ങളെയും അവയവങ്ങളെയും യാഗമായി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വേദനയുണ്ട് എന്നുള്ളത് ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷമം എങ്ങനെയാ മാറുന്നത്? ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചും എന്നോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിനായിട്ട് ഇത്രയെങ്കിലും വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നല്ലോ, ദൈവത്തിനായിട്ട് ഇത്രയെങ്കിലും ജീവൻ എനിക്ക് കൊടുക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളത് ഒരു സന്തോഷമായിരിക്കും. വീണ്ടും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഓർക്കുക. ഈ മോന് വേണ്ടി അമ്മ എന്തെല്ലാം കഷ്ടപ്പെടുന്നത്. രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കുന്നു. അയ്യോ, അവൻ 6:30-ക്കാ ബസ്. അതിനു മുമ്പ് അവന് ചോറ് റെഡിയാകണം, അവൻ്റെ ഉടുപ്പ് ശരിയാക്കി അയൺ ചെയ്ത് കൊടുക്കണം. ഈ അമ്മമാര് കഷ്ടപ്പെടുന്നത് എന്തോ ഒരു കഷ്ടപ്പാടാണ്. സത്യത്തിൽ അതിനൊരു പണം വെച്ചിരുന്നെങ്കിൽ, അതിനൊരു സാലറി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് കേരളത്തിലെ ഒരാള് ഏറ്റവും ഗസറ്റഡ് ഓഫീസർ വാങ്ങിക്കുന്ന സാലറിയേക്കാൾ കൂടുതൽ സാലറി ഓരോ അമ്മയ്ക്കും കൊടുക്കേണ്ടി വരുമായിരുന്നു. കാരണം അവര് ചെയ്യുന്ന ബദ്ധപ്പാട് എത്ര വലുതാ. വെളുപ്പിന് 4 മണിക്ക് എണീക്കുന്നു. എപ്പോഴാ കിടന്നത്? രാത്രി 12:30 കഴിഞ്ഞാ കിടന്നത്. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടാവുന്നു തല ചായ്ച്ചത്. പക്ഷെ 4 മണിയാകുമ്പോൾ എണീക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഈ കുഞ്ഞിനെല്ലാം ശരിയാക്കി അതിനെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി അതിനെ വണ്ടിയെ കയറ്റുന്നു. ഇതെല്ലാം ചെയ്തേച്ച് വരുന്ന അമ്മയോട് നമ്മൾ ചോദിക്കുക, അമ്മേ എന്തായാലും നിങ്ങളുടെ ബദ്ധപ്പാട് ഇച്ചിരി കൂടുതലാ അല്ലേ എന്ന് ചോദിച്ചാൽ അമ്മ പറയും, ബദ്ധപ്പാടോ? എനിക്കോ? എന്തോ ബദ്ധപ്പാട്? അത് ഒരു ഭംഗിവാക്കല്ല. ആ സ്വന്തം മകന് വേണ്ടി ചെയ്യുന്ന ഈ വിഷമങ്ങള് ഒരമ്മയും ബദ്ധപ്പാടായിട്ട് കാണുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും എന്ന് പറയുന്നിടത്തൊരു വേദന ഉണ്ടെങ്കിലും അതിനെ വേദനയായിട്ട് നമ്മൾ കാണാതിരിക്കും. എങ്ങനെ? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശരിയായ. ചില സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടാ സഹിക്കുന്നത്, അത് വേണ്ടെന്ന് വെച്ചു, ഇത് വേണ്ടെന്ന് വെച്ചു, മറ്റേത് വേണ്ടെന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങള് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ശരിയായിട്ട് കണ്ടിട്ടില്ല. ഒരമ്മയും കുഞ്ഞിനു വേണ്ടി സഹിച്ച ത്യാഗത്തെ വലുതായിട്ട് പറയുകയില്ല, അവൾ അത് ഓർക്കുക പോലുമില്ല. തീർച്ചയായിട്ടും ജീവനുള്ള യാഗമാണിത്. ജീവൻ പോകുമ്പോൾ ഉള്ള വേദന അറിയുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹം, അന്യോന്യമുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മറന്നേ പോയി. നമ്മൾ ആ വേദനയെ എണ്ണുന്നില്ല. അപ്പൊ നോക്കുക, ജീവനുള്ള യാഗമായിരിക്കണം. രണ്ടാമത് വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൈവത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് അപ്പാർട്ട്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യത്തിന് വേണ്ടി സാധാരണ കാര്യങ്ങളിൽ നിന്ന് ഈ കാര്യത്തെ മാറ്റി വയ്ക്കുന്നതിനെയാണ് സെറ്റ് അപ്പാർട്ട്. ആ വാക്കാണ് വിശുദ്ധി, ഹോളിനെസ് എന്ന് ഇംഗ്ലീഷില് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവത്തിനായിട്ട് കൊടുക്കുന്നത് പലതിനു കൊടുക്കുന്നു, ആ കൂട്ടത്തിൽ ദൈവത്തിനും കൊടുക്കുന്നു എന്നല്ല. അങ്ങനെ ആകരുത്. നിങ്ങളുടെ ശരീരങ്ങളെ അല്ലെ ശരീരാവയവങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുമ്പം ആ യാഗം എന്തായിരിക്കണം? ഒന്ന്, ജീവനുള്ളതായിരിക്കണം. വേദനയുള്ളതാണ്, പക്ഷെ ആ വേദന നമ്മൾ അറിയുന്നില്ല, സ്നേഹത്തിൽ അത് വിസ്മരിച്ചു പോയി. 2, അത് വിശുദ്ധമായിരിക്കണം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ദൈവത്തിനായിട്ട് പ്രത്യേകം മാറ്റി നിർത്തപ്പെട്ടത്, അതാണ് വിശുദ്ധം. പലതിന് പോകുന്നു, ആ കൂട്ടത്തിൽ ദൈവിക കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് അല്ല. അതായത് നമ്മുടെ ശരീരങ്ങളെ, ശരീരാവയവങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കാനുള്ള നമ്മുടെ എഫേർട്ട്, നമ്മൾ ഈ ലോകത്ത് പണം ഉണ്ടാക്കാനും നമ്മൾ സ്ഥാനമാനങ്ങൾ നേടാനും ഉള്ള എഫേർട്ടിന്റെ കൂടെ ഒരു എഫേർട്ടായിട്ട് കണ്ടാൽ ഇതെന്തല്ല,
ഇതൊരു വിശുദ്ധമായ നിലപാടല്ല. സെറ്റ് അപ്പാർട്ടായിട്ടുള്ള മാറി നിൽക്കുന്ന ഒരു നിലപാടല്ല. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തിനായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ, ശരീരാവയവങ്ങളെ കൊടുക്കുന്ന, ദൈവത്തിനായിട്ട് യാഗമായിട്ട് സമർപ്പിക്കുന്ന, ദൈവത്തിനായിട്ട് ജീവിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം എന്തായിരിക്കണം? അതിന് അതിൻ്റെതായ ഏറ്റവും ഉന്നതമായ വില കൊടുക്കണം. പണം ഉണ്ടാക്കാനും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനും പോകുന്ന പോലെ അതുപോലെ ഒരു പരിപാടി ഇതും. തിങ്കൾ മുതൽ ശനി വരെ ഓഫീസിൽ പോകുന്നു, ഞായറായപ്പം എന്നാ സഭായോഗത്തിനും പൊക്കളയാം എന്നല്ല, മറിച്ച് ഇതിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ദൈവത്തിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒന്നാം സ്ഥാനം ഇതിനായിരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യണം. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, ഇതൊക്കെ വിട്ടിട്ട് സന്യാസിയായി മാറണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒന്നാം സ്ഥാനം എന്തിനായിരിക്കണം? ദൈവത്തിനായിരിക്കണം. അതാണ് സെറ്റ് അപ്പാർട്ട്, വിശുദ്ധം എന്ന ഈ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവിടെ നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെ ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് എന്തായിരിക്കണം? അത് ജീവനുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. ഇങ്ങനെയുണ്ടെങ്കിൽ അടുത്തത് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കും. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ ഈ യാഗം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കും. അത് ഇതിന്റെ ഭാഗമായിട്ട് ദൈവം അങ്ങനെ കാണും. നമ്മുടെ ഹൃദയനില ദൈവം കാണും. നമ്മൾ തുടക്കത്തിലൊക്കെ പല സഹോദരന്മാരും പറഞ്ഞല്ലോ, ദൈവത്തിനെ കളിപ്പിക്കാൻ ഒക്കുകയില്ല, ദൈവത്തിന് നമ്മുടെ ഹൃദയനിലയെ അറിയാം. സഹോദര സഹോദരി, ദൈവിക കാര്യത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, അതിനായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നത് അതിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിക്കൊണ്ടാണെങ്കിൽ ദൈവത്തിന് അത് മനസ്സിലാകും. ദൈവം എന്തോ ചെയ്യും? അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ്. സ്വാഭാവികമായിട്ട് ജീവനും വിശുദ്ധിയും, ജീവനുള്ളത്, വേദന അറിയുന്നത്, ഒരു വില കൊടുക്കുമ്പോഴാണ് വേദന. ആ വേദന ഉള്ള ഒരു കാര്യമാണ് കർത്താവിനായിട്ട് ജീവിക്കുന്നത്. അത് മറ്റെല്ലാത്തിനും ഒപ്പമല്ല, അതിനായിട്ട് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവം കണക്കാക്കിക്കൊള്ളും എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞപ്പോ ജീവനുള്ള യാഗം എന്ന് പറഞ്ഞപ്പോ വേദന അറിയുന്നത് മാത്രമല്ല, ഇംഗ്ലീഷിൽ അതിനെ, ഈ ഭാഗത്തെ ലൈഫ് ലോങ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനുള്ള നമ്മുടെ സമർപ്പണം എന്തായിരിക്കണം? ലൈഫ് ലോങ് ആയിരിക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് മാത്രമല്ല, ലൈഫ് ലോങ്. ചിലരെന്താ ദൈവത്തിനായിട്ട് ജീവിക്കുന്നത്, ആദ്യം ഇറങ്ങി പുറപ്പെട്ടു, 5 വർഷം കഴിഞ്ഞപ്പം പിന്മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള യാഗമാണോ അത്? അല്ല. ലൈഫ് ലോങ്, ജീവിതാവസാനം വരെ അങ്ങനെയുള്ള ഒരു യാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ദൈവത്തിനായിട്ട് നൽകിയിട്ടുണ്ടോ? നമ്മൾ ആ കാര്യത്തെ അങ്ങനെ അതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കാര്യത്തിനായിട്ട് നമുക്ക് ഈ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നത് ഒരു ഭാരമുള്ള കാര്യമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി നമ്മൾ പറഞ്ഞു. എന്താ? ദൈവത്തിന്റെ സ്നേഹത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ ഇതൊരു ഭാരമുള്ള കാര്യമല്ല. നമുക്ക് ആ നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുക. ദൈവം നമ്മളെ കണ്ടു, സ്നേഹിച്ചു. നമുക്ക് വേണ്ടി റോമർ 1 അധ്യായം മുതൽ 12 വരെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. എന്നിട്ട് നമുക്കായിട്ട് ആ മനസ്സലിവുകൾ, ഈ കാര്യങ്ങളെ നമ്മൾ ഓർത്ത് അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ അവയവങ്ങളെയും എന്തായിട്ട് വെക്കുക?
ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് അത് പ്രസാദകരമായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ കണ്ടോ, സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുമ്പം പ്ലൂറലിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിലേറെ പേര്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ഒന്നിലേറെ പേര്. പക്ഷേ ഈ ഒന്നിലേറെ പേര് അവര് യാഗം എന്ന കാര്യം സിംഗുലറിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ പറയേണ്ടത്? അതായത് പ്ലൂറലിൽ അതിന്റെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ വെർബും എന്തായിരിക്കണം? പ്ലൂറലിലായിരിക്കണം. നിങ്ങൾ യാഗങ്ങളായി സമർപ്പിപ്പീൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഒരൊറ്റ യാഗമാണ്. നിങ്ങൾ പലരും കൂടി എന്തായിരിക്കണം? ഒരു യാഗമാകണം എന്ന് പറയുമ്പോൾ അത് സഭയുടെ ഒരു ചിത്രമാണ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിടത്തു നിന്നും ഈ ചർച്ചിന്റെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പൊ അത് എന്താ പറഞ്ഞത്? നമ്മൾ വ്യക്തിപരമായിട്ട് ഈ നിലയിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു, നമ്മുടെ അവയവങ്ങളെ ആ നിലയിൽ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ സഭാജീവിതത്തിനും സഹോദരന്മാരെ, ഒട്ടേറെ പേർ, നിങ്ങൾ ഒരൊറ്റ യാഗമായിട്ട്, പല സഹോദരന്മാർ കൂടി ഒരൊറ്റ യാഗം. അതെവിടാ നടക്കുന്നത്? സഭയിലാ നടക്കുന്നത്. സഭയ്ക്കായിട്ട് ആ നിലയിൽ ഒരു മനോഭാവം ഉണ്ടാകണം. നമുക്ക് ഈ നിലയിൽ ഈ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കുകയും ചെയ്യാം. നമ്മൾ 12-ന്റെ 1-ാമത്തെ വാക്യത്തിൽ അതാണല്ലോ കണ്ടത്. സമർപ്പിപ്പീ എന്ന് കണ്ടു. നമ്മള് രക്ഷിക്കപ്പെട്ടപ്പോ ഒരളവിൽ സമർപ്പിച്ചതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതിന് 1-ാം സ്ഥാനമുണ്ടോ? വിശുദ്ധിയുണ്ടോ? സെറ്റ് അപ്പാർട്ടാണോ? മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ലോകത്തിന്റെ ഒത്തിരി കാര്യങ്ങൾക്ക് പുറമെ കൂടെ ഓടുന്നു, ആ കൂട്ടത്തിൽ സഭയിലും വരുന്നു. അങ്ങനെയാണോ? അല്ല അല്ല അല്ല. ഇത് സെറ്റ് അപ്പാർട്ടാണ്, മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ഇത് ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഭാരമായിട്ട് തോന്നാതിരിപ്പാൻ ദൈവം നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവുകൾ, ഒട്ടേറെ ഓർമ്മകൾ നമ്മളെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ ആ മനസ്സലിവിന്റെ ഓർമ്മകൾ, അതിനോടുള്ള ആ സ്നേഹത്തിന്റെ ഓടുള്ള ഒരു നന്ദിയുടെ പ്രതികരണമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം തീർന്നാൽ നമുക്കെന്താകും? നമുക്കിത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എന്നെ തന്നെ ഈ നിലയിൽ നിന്റെ സ്നേഹത്തെ, കാൽവരി ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തത്തെ, നിന്റെ എന്നോടുള്ള ആ രക്ഷണ്യ പ്രവൃത്തിയെ, അവിടുത്തെ സ്നേഹത്തെ, അതിനെ കാണാൻ എന്നെ സഹായിക്കണേ. ക്രിസ്തീയ ജീവിതം എനിക്കൊരു സ്നേഹബന്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. അതൊത്തിരി നിയമങ്ങളല്ല, മറിച്ച് ഒരു സ്നേഹബന്ധം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനു വേണ്ടി കൊടുക്കുന്ന വിലയൊന്നും എനിക്കൊരു പ്രശ്നമായിരിക്കില്ല. ഞാൻ സന്തോഷത്തോടെ, സ്നേഹത്തോടെ അത് ചെയ്യും. ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്ന, സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി വ്യക്തിപരമായിട്ട് നമ്മുടെ അവയവങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹത്തിൽ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ ഒരു നിയമം പോലെ ഇത്രയും നാള് നമ്മൾ ചെയ്തെങ്കിൽ അതിനോട് വിട പറയുക. നിയമമായിരിക്കുമ്പോൾ ഇതൊരു ഭാരമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ തലവേദന ഇന്നുകൊണ്ട് മാറണം. എങ്ങനെ മാറാൻ കഴിയും? ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ മനസ്സലിവുകളെ ധ്യാനിക്കുക. ഹല്ലേലൂയ.